ഇത് ഇത്രയും കിടന്ന് വെപ്രാളം പിടിക്കേണ്ട കാര്യം എന്താ? എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ കണ്ടു എന്ന് വിചാരിച്ചിട്ട് അതിന് പല വ്യാഖ്യാനങ്ങളും കൊടുക്കുന്നുണ്ട്. അതിന് സാഹചര്യ തെളിവ് അല്ലെങ്കിൽ പശ്ചാത്തലം എന്ന് പറയുന്നത് ലാവ്ലിൻ കേസ് 37ാമത്തെ തവണയും മാറ്റി വെച്ചുകൊണ്ടേയിരിക്കുന്ന ഗിന്നസ് ബുക്കിൽ കയറുന്നു, ഗിന്നസ് റെക്കോർഡ് ഭേദിക്കുന്നു. ഒന്നത് ശ്രീ രാജേന്ദ്രമംഗലം ADGP അജിത് കുമാറിനെ പിന്തുണയ്ക്കേണ്ടത് കേരളത്തിലെ നിയമസഭയിലെ സ്പീക്കർ AM സംശീർദ രംഗത്ത് വന്നിരിക്കുന്നത്. RSS എന്ന് പറയുന്ന സംഘടന രാജ്യത്തെ ഏറ്റവും വലിയ സംഘടനയാണ്. അതിലെ നേതാക്കന്മാരെ ആര് പോയി കണ്ടാലും കുഴപ്പമില്ല. ADGPയുടെ പിന്നാലെ സംശീറും RSSലോട്ട് പോവുകയാണോ? നമ്മൾ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ് AM ശംസീർ പറഞ്ഞിട്ടുള്ളത് എന്നാണ് എന്റെ വിചാരം. കാരണം ഇന്ത്യ ഭരിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം ഭരിച്ച, ഇപ്രാവശ്യം കുറഞ്ഞ ഭൂരിപക്ഷത്തോടുകൂടി ഭരിക്കുന്ന ആ പാർട്ടിയുടെ നയരൂപീകരണം നടത്തുന്നത് RSS ആണെന്ന് നേരത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ നയരൂപീകരണ സ്വാതന്ത്ര്യമുള്ള, നയരൂപീകരണം നടത്താൻ അധികാരവും അവകാശവും ഉള്ള ഒരു സംഘടന. ആ സംഘടനയുടെ നേതാവ്, ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ സർസംഘചാലക് കഴിഞ്ഞിട്ട് ഏറ്റവും അടുത്ത നേതാവ്. ആ നേതാവിനെ നമ്മുടെ കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരു പോലീസ് ഓഫീസർ കാണുന്നതിൽ നമ്മൾ എന്തിനാണ് ഈ രാഷ്ട്രീയവും അസ്വാഭാവികതയും കാണുന്നത്? പ്രത്യേകിച്ചും RSSഉം DYFIയും മാർക്സിസ്റ്റ് CPMഉം ഒക്കെ ചേർന്നാണ് കേരളത്തിലെ ക്രമസമാധാന നില തകരാറിലാക്കുന്നത്. ഇത് ഇത്രയും കിടന്ന് വെപ്രാളം പിടിക്കേണ്ട കാര്യം എന്താ? എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ കണ്ടു എന്ന് വിചാരിച്ചിട്ട് അതിന് പല വ്യാഖ്യാനങ്ങളും കൊടുക്കുന്നുണ്ട്. അതിന് സാഹചര്യ തെളിവ് അല്ലെങ്കിൽ പശ്ചാത്തലം എന്ന് പറയുന്നത് ലാവ്ലിൻ കേസ് 37ാമത്തെ തവണയും മാറ്റി വെച്ചുകൊണ്ടേയിരിക്കുന്ന ഗിന്നസ് ബുക്കിൽ കയറുന്നു, ഗിന്നസ് റെക്കോർഡ് ഭേദിക്കുന്നു. ഒന്നത് അത് കഴിഞ്ഞ് സ്വർണ്ണക്കടത്ത് കേസ് ശിവശങ്കരൻ അറസ്റ്റിലായി, മുഖ്യമന്ത്രിയുടെ അടുത്ത് ചെല്ലുന്നതിന് മുമ്പ് അത് ഇല്ലാതായി. പാർട്ടിയുടെ വക്താക്കൾ തന്നെ പറഞ്ഞു സൂര്യനാണ് മുഖ്യമന്ത്രി, അതുകൊണ്ടാണ് സൂര്യനിലേക്ക് എത്തും മുമ്പ് ആ ചൂട് കൊണ്ട് നശിച്ചു പോകുന്നതാണ് ഈ കേസുകളെല്ലാം വന്നത്. മകൾ വീണ വിജയനെതിരെ CMRL നിന്ന് കോഴ വാങ്ങിയതിൻ്റെതായിട്ടൊരു കേസ്, അതും എവിടെയും എത്തിയില്ല, അന്വേഷണം നടക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നില്ല, എത്ര നാളായി. അതുപോലെ തന്നെ മുഖ്യമന്ത്രി PV എന്നുള്ള പേരിൽ CMRLന്റെ അവർ പണം കൊടുത്തവരുടെ ലിസ്റ്റിൽ കിടക്കുന്നു. കോൺഗ്രസ്സുകാരും ഉണ്ടതില്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കപ്പെടാതെയും എങ്ങുമെത്താതെയും പോകുമ്പോൾ അതല്ല ഈ ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് എന്നൊരു വിചാരമാണ് വന്നിരിക്കുന്നത്. അപ്പൊ മുഖ്യമന്ത്രിയുടെ ഏജന്റായിട്ട് ഇദ്ദേഹം പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ പ്രശ്നം. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഏജന്റായിട്ട് പോയിട്ടുണ്ടെങ്കിലാണ് പ്രശ്നം. അതല്ലെങ്കിൽ എന്താ പ്രശ്നം? ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കണ്ടുകൂടെ? അത്ര തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ ഉള്ള ഒരാളാണോ MR അജിത് കുമാർ എന്ന് പറയുന്നത്? പണ്ടത്തെ ദലിതരെ പോലെയും അല്ലെങ്കിൽ ഈ താഴെയത്തുള്ള കീഴാള വിഭാഗങ്ങളെയും പോലെ തമ്പുരാന്റെ മുമ്പിൽ പോയി കൂടാ എന്ന് വിലക്കപ്പെട്ട ഒരു സംഘടനയൊന്നും അല്ല RSS. കേരളത്തിലെ ക്രമസമാധാന നില ഭദ്രമാക്കുന്നതിൽ പ്രധാന പങ്കും വഹിച്ചിട്ടുണ്ട്. കണ്ണൂരിലെ തലകൊയ്ത്തുകൾ നിരന്തരമായിട്ട് നടന്നിരുന്നത് അതിനർത്ഥം കൊടുത്തത് അവിടെ PP മുകുന്ദൻ എന്ന് പറയുന്ന RSSകാരനാണ്. അദ്ദേഹം CPM നേതാക്കളുമായി ഉണ്ടാക്കിയ ഒരു ഒത്തുതീർപ്പിനെ തുടർന്ന്, അത് വളരെ കഴിഞ്ഞാണ് അറിയുന്നതെങ്കിലും പരസ്യമായ രഹസ്യമാണ്. അങ്ങനെയുള്ള ക്രമസമാധാന കാര്യങ്ങളായിരിക്കണം പറഞ്ഞതെങ്കിൽ ഒരു കുഴപ്പവുമില്ല. അതിനകത്ത് വ്യാജമായിട്ട് എന്താ? ഇതൊരു നിരോധിത സംഘടനയല്ല. പണ്ടിവിടെ വന്ന ഹമാസ് നേതാവിനെ പോലെ, പാലസ്തീൻ പ്രശ്നം ഉയർത്തിക്കൊണ്ട് സംസാരിച്ച ഹമാസ് നേതാവിനെ പോലെയുള്ള ആഗോള ഭീകരവാദിയല്ല, ഒരു ഭീകരവാദിയെയല്ല, രാജ്യദ്രോഹിയല്ല, ക്രിമിനൽ കേസുകളിൽ കുറ്റവാളിയല്ല, നമ്മുടെ മുകേഷിനെയൊക്കെ പോലെ കുറ്റാരോപിതനായ വ്യക്തിയല്ല സ്ത്രീപീഡന കേസിൽ. പിന്നെന്താ ഇദ്ദേഹത്തിനെ പോയി കണ്ടാൽ? അപ്പോ D രാജ പറയുന്നുണ്ട് ഉടനെ തന്നെ ഇദ്ദേഹത്തെ മാറ്റി നിർത്തണം, അതിന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം എന്നൊക്കെ പറയുന്നത്. ഈ D രാജ സുപ്രീം കോടതി ജഡ്ജിയെ അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സിൽ പോയി കണ്ട ആളല്ല. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരിലൊരാൾ ചലമേശ്വർ റാവു സുപ്രീം കോടതിയിൽ നിന്ന് പിണങ്ങി ഇറങ്ങിപ്പോയ സമയത്ത്, ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ ഇല്ലാത്തതുപോലെ നടന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ പോയി അദ്ദേഹത്തിനെ ഡൽഹിയിൽ വെച്ച് കണ്ടെന്നേ. അതിന്റെ ഫോട്ടോകൾ വരെ വന്നതാ. ഇദ്ദേഹം എന്തിനായി ജഡ്ജിയെ കാണാൻ പോകുന്നത്? അദ്ദേഹത്തിന്റെ ജഡ്ജിമെന്റിനെ സ്വാധീനിക്കാൻ വേണ്ടിയല്ലേ പോയത്? ജസ്റ്റിസ് ചലമേശ്വർ റാവു, അത് നമ്മളെല്ലാം ആ ഫോട്ടോയിൽ കണ്ടതാണ്. അവിടെ പോയി അദ്ദേഹത്തിന് കൈ കൊടുത്തിട്ട് വരുന്നത്, കോടതിയിൽ നിന്ന് പോയതിന്. അതെന്തിനാ അദ്ദേഹം അങ്ങനെ ചെയ്ത്? ഒരു രാഷ്ട്രീയക്കാരൻ ഉയർന്നതാണോ? രാഷ്ട്രീയക്കാരൻ അങ്ങനെ ഗൂഢമായിട്ട് ഒരു ജഡ്ജിയെ കാണാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ധാർമ്മികത, രാഷ്ട്രീയ ധാർമ്മികത, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത്. ഇപ്പൊ കറക്റ്റായിട്ടാണ് AM ശംസീർ പറഞ്ഞത്. ഇന്ത്യയിലെ വലിയൊരു സംഘടനയുടെ നേതാവാണ് അദ്ദേഹം. കേരളത്തിൽ വന്നു, കേരളത്തിന്റെ ഗസ്റ്റ് ഒന്നും അല്ലായിരിക്കാം, പക്ഷെ ഒരു ക്രിമിനൽ അല്ല.
നാട് കടത്തപ്പെട്ട ആളുമല്ല, കാപ്പ കേസ് ചുമത്തപ്പെട്ട ആളുമല്ല. അദ്ദേഹത്തിനെ ഒന്ന് കണ്ടെന്ന് വിചാരിച്ച് ഇത്രയും ഈ നമ്മുടെ ഈ കേരളത്തിലെ ഒരു നെറേറ്റീവ് സൃഷ്ടിച്ചിട്ടുണ്ട്. RSS എന്ന് പറയുന്ന സംഘടന ഈ ന്യൂനപക്ഷങ്ങളെ എല്ലാം ഇവിടുന്ന് കെട്ടുകെട്ടിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ സംഘടനയാണ്. അങ്ങനെയൊന്നുമല്ല. ബാലാസാഹേബ് ദേവരസ് ആയിരുന്നു അടിയന്തരാവസ്ഥ തുടർന്നുണ്ടായ ആ സമയത്ത്, അതിനു മുമ്പും RSSന്റെ സർസംഘചാലക് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് അറിയാം? മുസ്ലിങ്ങൾക്ക് RSSൽ അംഗത്വം കൊടുക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന്. അംഗത്വമുള്ളവരുണ്ട്, മുസ്ലിങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ മുസ്ലിം മഞ്ച് എന്നും പറഞ്ഞൊരു വിഭാഗവും ഈ RSS എന്ന് പറയുന്ന സംഘടനയ്ക്കുണ്ട്, അത് ഓർക്കണം. അതുപോലെ BJP എപ്പോഴും അങ്ങനെ കൈയയച്ച് പിന്തുണയ്ക്കുന്ന സംഘടനയൊന്നുമല്ല. അപ്പോൾ ചിലരൊക്കെ കരുതുന്നു ഈശ്വരാവതാരമാണ് താനെന്ന പ്രധാനമന്ത്രിയെ ഉന്നം വെച്ചുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സർസംഘചാലകായിട്ടുള്ള മോഹൻ ഭാഗവത് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ എപ്പോഴും ഒന്നും BJPക്ക് വോട്ട് ചെയ്യുന്ന സംഘടനയല്ല. കെ കരുണാകരന് വോട്ട് ചെയ്തിട്ടുണ്ട്, കെ മുരളീധരന് കൊടുത്തിട്ടുണ്ട്, വോട്ട് മറിച്ചു കൊടുത്തിട്ടുണ്ട് RSS. അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. എന്താ, അവിടെ ഇന്ത്യയുടെ സനാതന സംസ്കാരം കാക്കുന്ന ഏത് വ്യക്തിക്കും വോട്ട് മറിച്ചു കൊടുക്കും, വോട്ട് കൊടുക്കുകയും ചെയ്യും. ഇന്ദിരാഗാന്ധിക്ക് അവിടെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിന് ശേഷം ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ആൾക്ക്, ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന് വേണ്ടി വോട്ട് ചെയ്തു എന്ന് മാത്രമല്ല, മുഫ്തി ബാഹിനി എന്നുള്ള സംഘടനയിൽ നിന്നുകൊണ്ട് ബംഗ്ലാദേശി അഭയാർത്ഥികൾക്ക് അഭയമരുളുകയും ചെയ്ത, അതുപോലെ തന്നെ ധാരാളം സേവന പ്രവർത്തനങ്ങൾ വയനാട് ഉൾപ്പെടെ 2018 പ്രളയം ഉൾപ്പെടെ ഏത് ദുരന്തം വന്നാലും അവരുടെ തന്നെ വിഭാഗമായ സേവാഭാരതി നിർവഹിക്കാറുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ ദുരന്ത മുഖങ്ങളിൽ കൂടി ഇടപെടുന്ന ഒരു കക്ഷിയുടെ നേതാവിനെ, അഖിലേന്ത്യാ നേതാവും ബുദ്ധിജീവിയുമായിട്ടുള്ള അദ്ദേഹത്തെ കാണുന്നത്, ഹൊസബാലയെ കാണുന്നതിൽ എന്താണ് തെറ്റുള്ളത്? ജനറൽ സെക്രട്ടറിയെ കണ്ടാൽ എന്താ കുഴപ്പം സംഭവിക്കുന്നത്? അതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? സംഭവിച്ചത് ഇതാണ്, മുഖ്യമന്ത്രിയുടെ കേസുകളെല്ലാം പെൻഡിംഗ് ആയി തന്നെ തുടരുന്നു.